ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജിബീസ് ഡയറീസ്. 5 മണിയായപ്പോഴേ എഴുന്നേറ്റ് ഞങ്ങൾ പാക്ക് ചെയ്ത എല്ലാ ബാഗ്സും എടുത്ത് ചെറിയ കാറിൽ കൊണ്ടുവയ്ക്കുക കേട്ടോ. അപ്പോൾ കേസ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ 7 മണിയായി. ഇനി ബാക്കി വിശേഷം നമുക്ക് കാണാം. ബൈ. ഞങ്ങൾ എയർപോർട്ടിൽ പോകാൻ നേരത്ത് റെൻ്റ് കാർ എടുത്തിട്ടാണ് പോകുന്നത്. അതാണ് കുറച്ചുകൂടെ ഫീസിബിളായിട്ട് തോന്നിയിട്ടുണ്ട്. അതാകുമ്പോൾ അവിടെ ഡ്രോപ്പ് ഓഫ് ചെയ്യാനും പറ്റും. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം 7:30 ആവുന്നു. ഇല്ലോറ ബാക്കിലുണ്ട്. ബാഗ്സൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് അവളെ കാണാൻ പറ്റുന്നില്ല. കുഴപ്പമില്ലാണ്ട് ഇരിപ്പുണ്ട്. ഞങ്ങളവിടെ ഒരു 10:30, 11 ആകുമ്പോൾ എത്തുമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ നല്ല സ്നോ ഉണ്ട് ഇന്ന്, അതുകൊണ്ട് ഞങ്ങൾ സേഫായിട്ടാണ് പോകുന്നത്. ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി കാണാം നമുക്ക്. ഞങ്ങളിപ്പോൾ നാട്ടിൽ പോകുന്നത് എനിക്ക് ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ്. ഇലോറ ഫസ്റ്റ് ടൈമാണ് നാട്ടിൽ പോകുന്നത്. ഗ്രാൻഡ് പേരൻസിനെ ഒന്നും കണ്ടിട്ടില്ല. ആകെ എൻ്റെ മമ്മീനെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇലോറ. അതും 4 മാസമായപ്പോഴത്തേക്കിന് മമ്മി പോവുകയും ചെയ്തു. അപ്പം അവളുടെ റിയാക്ഷനും പേരൻസിൻ്റെ റിയാക്ഷനും ഒക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ ഈ പ്രാവശ്യം സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്. ഞങ്ങൾ പറഞ്ഞേക്കുന്നത് ഞങ്ങൾ സൺഡേ അവിടെ എത്തുമെന്നാണ്. 20th മൺഡേ നൈറ്റ് അവിടെ എത്തുമെന്നാണ് ഞങ്ങൾ പറഞ്ഞേക്കുന്നത് അവരുടെ അടുത്ത്. എൻ്റെ വീട്ടിലും ജെറിയുടെ വീട്ടിലും. ആകെ ജെറിയുടെ ബ്രദറിനും വൈഫിനും മാത്രമേ അറിയത്തുള്ളൂ ഞങ്ങൾ നാളെ എന്ന് വെച്ചാൽ ഫ്രൈഡേ എത്തുമെന്നുള്ളത്. അച്ഛനായിരിക്കും ഞങ്ങൾ എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്യാൻ വരുന്നത്. എൻ്റെ ഫാമിലിയിലും ആരുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ബ്രദറിൻ്റെ അടുത്തൊന്നും. അപ്പോൾ ഭയങ്കര സർപ്രൈസ് ആകുമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഇനി ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അറിയാം അവർ സർപ്രൈസ്ഡ് ആവുമോ ഞങ്ങൾ സർപ്രൈസ്ഡ് ആവുമോ എന്നൊക്കെ. നിങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്, ഒന്നും ആയിട്ടില്ല. ബാക്കി വിശേഷങ്ങൾ ഞാനിങ്ങനെ പതിയെ പറയാം. പിന്നെ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പം ഞങ്ങളുടെ പാക്കിങ് നിങ്ങൾ കണ്ടില്ലല്ലോ എങ്ങനെയായിരുന്നു എന്ന്. അതും കൂടെ ഞാനിപ്പോൾ കാണാം. നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കുന്നില്ല ഞങ്ങളുടെ ഈ സംസാരം. നിങ്ങൾ പോയി ഞങ്ങളുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വാ. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പാക്കിങ്. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നോ ഒരു ഐഡിയ ഇല്ല. ഞങ്ങളോട് ഇലോറയുണ്ട് ഇതെല്ലാം ഡിസ്ട്രോയിഡ് ആക്കാനായിട്ട്. ഞങ്ങളിങ്ങനെ എല്ലാം എടുത്ത് വെച്ചിരിക്കും. ഇനി സാധനങ്ങളുണ്ട്, ഒന്നും ആയിട്ടില്ല. സൈഡിൽ നിന്ന് ഞങ്ങൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഈ നാട്ടിലോട്ട് പോകുമ്പോൾ പാക്കിംഗ് ആണ് ഏറ്റവും ഒരു ടാസ്ക്കായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കറക്റ്റ് വെയിറ്റ് ആയിരിക്കണം, കറക്റ്റായിട്ടെല്ലാം ഇരിക്കണം. ഇനി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് ഫൈൻ അടിക്കണം, അങ്ങനെയൊക്കെ. പണ്ടൊക്കെ ഗൾഫിലുള്ള സമയത്ത് ഞാൻ ആകെ ചെയ്യുന്നത് എൻ്റെ സാധനങ്ങളെല്ലാം പപ്പാടെ കൊണ്ട് കൊടുക്കും. പപ്പ അത് കറക്റ്റായിട്ട് എനിക്ക് പാക്ക് ചെയ്ത് ഒരു പ്രശ്നവും ഇല്ലാതെ സെറ്റാക്കി തരുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയല്ലല്ലോ, ഞങ്ങൾ തന്നെ പാക്ക് ചെയ്യണമല്ലോ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഞാൻ ഈ കാറ് ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ ഞങ്ങൾ റെൻറ്റിന് എടുത്തേക്കുവാന്ന്. അപ്പം നമുക്കിവിടെ എയർപോർട്ടിൽ തന്നെ ഡ്രോപ്പ് ഓഫ് ചെയ്യാം. ഇവിടെ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കലിയാണ് കാര്യങ്ങൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നമ്മളങ്ങനെ ഹറിബറി ഒന്നുമല്ല, എല്ലാത്തിനും അതിൻ്റേതായ ടൈമും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നു. പിന്നെ കുറേയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യാം. ഞങ്ങൾ ഓൾറെഡി ഇവിടെ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് അതൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. പിന്നെ വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ ബാഗേജ് എല്ലാം പോയിട്ടുണ്ട്. പിന്നെ ഇലോറയും ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് കുറേയൊക്കെ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കൺസിഡറേഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറേ ക്യൂന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാം ഷടപടേന്ന് ചെയ്യായിരുന്നു. പക്ഷേ എന്നിട്ടും ഞങ്ങൾക്ക് സമയമില്ലാത്തതുപോലെയൊക്കെ തോന്നിയായിരുന്നു. പിന്നെ ഈ പ്രാവശ്യത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലോറ ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവൾ ഓക്കെ ആയിരിക്കുമോ, ബഹളവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുമെന്ന്. പക്ഷേ ഞങ്ങളെക്കാട്ടിലും ഓക്കെ ആയിരുന്നു അവൾ എന്ന് വേണം പറയാനായിട്ട്. എല്ലാ മൊമെൻറ്റും എൻജോയ് ചെയ്ത് തന്നെയായിരുന്നു നടക്കുന്നത്. ജെറി എക്സൈറ്റഡ് ആണോ? എല്ലാവരും അതിലും എക്സൈറ്റഡ് ആണ്. ഇപ്പം ഞങ്ങളുടെ ഗേറ്റ് നമ്പർ C34 ആണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജെറി ഇലോറ ഭയങ്കര ബഹളം. ഒന്ന് സെറ്റിലായി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് രാവിലെ അത്രയൊന്നും ഫുഡ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ലഞ്ച് നമ്മൾ ഇവിടുന്ന് ഒരു ഷവർമ ഓർഡർ ചെയ്തു, അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലോറ പിന്നെ ചെറുതായിട്ടൊന്ന് ബിസ്ക്കറ്റും കാര്യങ്ങളും ചെറിയ റൈസും ഒക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതൊക്കെ മതിയല്ലോ. തൊട്ടടുത്ത ആൾക്കാരെ കണ്ടപ്പോഴത്തേക്കിന് പിന്നെ ഇലോറ അവിടെ ചാടിക്കയറി അവിടെ ബഹളമായി.
പിന്നെ ഇലോറയും ഞങ്ങൾ കുറച്ച് ടയേർഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഫുൾ അവിടെ കറക്കമായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇരിക്കത്തില്ലായിരുന്നു, ഫുൾ ബഹളത്തിലായിരുന്നു. അവിടെ ഇവിടെ എല്ലാം ചാടി നടന്നു. ഇവള് ആദ്യമായി പോകുന്നതുകൊണ്ട് എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവള് കരയുവോ, ഇനി ഫ്ലൈറ്റ് കയറുമ്പോൾ ബഹളം ഉണ്ടാക്കുമോ. യൂഷ്വലി ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പിള്ളേർ ബഹളവും കരച്ചിലും ഒക്കെ ആയിട്ടുള്ളത്. പക്ഷേ ഇലോറ എന്തോ ഭാഗ്യം ഇതുവരെ വലിയ പ്രശ്നമില്ലാണ്ട് ചെറിയുടെ കൂടെയൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് കയറി എല്ലാം ഒന്ന് സെറ്റൊക്കെ ആയി. ഇല്ലോറയ്ക്ക് സീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇല്ലോറ നമ്മുടെ കൂടെ തന്നെ ഓൺ ലാപ്പിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഇല്ലോറ ബഹളമൊക്കെ വെക്കാൻ തുടങ്ങി. ബാക്കിയുള്ള സീറ്റിലെ ആൾക്കാരെയൊക്കെ വിളിച്ച് അവരോട് സംസാരിക്കാനും എടുക്കാനും ഒക്കെ തുടങ്ങി. പണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലൗഡ്സിനെയൊക്കെ തൊടാവുന്നൊക്കെ. ഞാനൊരു 4th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ടൈം ഫ്ലൈറ്റ് കയറുന്നത്. ഈ ഗൾഫിലെ പോലെ ഒരു 4 hours ട്രാവൽ അല്ലല്ലോ ഇത്. 18 to 20 hours ട്രാവലൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനങ്ങ് മടുക്കും. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് മീൽ വന്നു. റൈസും ഒരു സ്വീറ്റ് ചില്ലി ചിക്കനും ഒരു സാലഡും സ്വീറ്റും ഒക്കെ ആയിട്ടായിരുന്നു വന്നത്. അതൊക്കെ കഴിച്ച് ഇലോറ കുറച്ച് നേരം അവളുടെ കിഡ്സിൻ്റെ എന്തൊക്കെയോ TV ഷോസൊക്കെ കണ്ടുകൊണ്ടൊക്കെയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഇലോറയും ഉറങ്ങി, ഞങ്ങളും എല്ലാം ഒന്ന് ഉറങ്ങി എണീറ്റ്. അബുദാബി ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്നായിരുന്നു കാര്യങ്ങളൊക്കെ. ബിക്കോസ് ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ടൊറൻഡോ എന്നുള്ള ഫ്ലൈറ്റ്. അപ്പം നമുക്കിവിടെ ഒരു 2 hours ലേ ഓവർ കിട്ടും എന്നൊക്കെ ഉള്ള വിശ്വാസത്തിലാണ് വന്നത്. പക്ഷേ ഹാഫ് ആൻ അവറിനുള്ളിൽ ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ കയറേണ്ടി വന്നു. കയറി ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോഴത്തേന് ഇലോറയ്ക്ക് ക്രയോൺസും ബുക്കും ഒക്കെ കിട്ടി. എന്തൊക്കെയോ അവൾ വരയ്ക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ഫുഡും കിട്ടി. വലിയ കുഴപ്പമില്ലായിരുന്നു. അതെന്തോ മാംഗോ പുഡിംഗ് ആയിരുന്നു എന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ റൈസും ഡാലും ചിക്കനും ഒക്കെ. ഫുഡൊക്കെ കഴിച്ചൊന്ന് സെറ്റായി. ടയേർഡായി ഒരു രക്ഷയില്ല. മടുത്തു. എങ്ങനെയെങ്കിലും ഇനി വീട്ടിൽ ചെന്നാൽ മതി എന്നേ ഉള്ളൂ. സർപ്രൈസൊക്കെ ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ഇനി വീട്ടിലോട്ട് ഉണ്ട് ഒരു 3 hours ട്രാവൽ. അതിനി എങ്ങനെയായിരിക്കും അപ്പോൾ മടുത്ത്. ഭയങ്കര ജേണി. ഞങ്ങൾക്ക് ടോട്ടൽ 18 hours ജേണി ആയിരുന്നു. അയ്യോ എങ്ങനെയും വീട്ടിൽ ചെന്നാൽ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ബാഗേജ് എടുക്കാനായിട്ട് ചെന്ന് വലിയ താമസമൊന്നുമില്ല. ഞങ്ങൾക്ക് ബാഗേജൊക്കെ കിട്ടി. ഞങ്ങളിതാ ഇറങ്ങി. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കിന് ഷിജാച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇലോറേനെ എടുക്കുന്ന സീനാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇലോറ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങളിടയ്ക്ക് വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ കാണുന്നതാണ്. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ അവൾ ആദ്യമേ പോകാനൊരു ഇച്ചിരി ഒരു മടി കാണിച്ചു. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും കാറിൻ്റെ അകത്തെല്ലാം എടുത്ത് വെച്ച് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് പൊക്കോണ്ടിരിക്കുക. ആദ്യം തന്നെ ഞങ്ങൾ പോയത് ജെറിയുടെ വീട്ടിലോട്ടായിരുന്നു. അവിടെ ചെന്നിട്ടായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും തന്നെ ഏകദേശം ഒരു 1:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലോറ ആദ്യത്തെ ആ ഒരു പ്രശ്നം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ടൈം അച്ഛൻ്റെ കൂടെ ഇരിക്കുകയായിരുന്നു. പിന്നെ ചേച്ചിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ അൻസ് ചേച്ചി. ഇലോറ ഫുൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുക. ഇതെന്താ സംഭവം? എപ്പോഴും എൻ്റെയും ചെറിയുടെയും ഫേസ് മാത്രം കണ്ടിരിക്കുന്ന ഇലോറ നോക്കിയപ്പോൾ കുറേ കാര്യങ്ങളും ആൾക്കാരും എല്ലാം കണ്ട് നോക്കിയിരിക്കുക. പപ്പയും മമ്മിയും സർപ്രൈസ് ആക്കാനായിട്ട് ചെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങളാണ് സർപ്രൈസ്ഡായി. പപ്പയുടെ ആ ചിരിയിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ വരുന്നത് പപ്പായ്ക്കും മനസ്സിലായെന്ന് തന്നെ. മമ്മിക്കും ഏകദേശമൊക്കെ കത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്ലാൻ അത്ര അങ്ങോട്ട് വർക്കൗട്ട് ആയില്ലെന്ന് വേണേൽ പറയാം. ആക്ച്വലി പപ്പയും മമ്മിയും വന്ന് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ടായിരുന്നു പ്ലാൻ. അത് ലേശം പോയിൻ്റ് ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പെട്ടെന്ന് തന്നെ മാറി. പിന്നെ ഞങ്ങളങ്ങ് ഫാമിലി ടൈമായിരുന്നു. ഇപ്പം ഞങ്ങൾ പോകുന്നത് ഇനി എൻ്റെ വീട്ടിൽ കൊടുക്കാനുള്ള ഒരു ചെറിയ സർപ്രൈസ് ആയിട്ടാണ്. അത് എത്രത്തോളം സർപ്രൈസ് ആവുമെന്ന് ഞങ്ങൾക്കും അറിയത്തില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അത് എത്രത്തോളം സർപ്രൈസ് ആക്കാൻ പറ്റിയെന്ന് മനസ്സിലായത്. ആക്ച്വലി ഞങ്ങൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞിരിക്കുന്നത് ചെറിയുടെ ഓഫീസിലൊരു ആനുവൽ മീറ്റിംഗ് ഉണ്ട്. അപ്പം അതിന് പോയിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് മൺഡേ എത്തുള്ളൂ എന്നായിരുന്നു പറഞ്ഞത്. അപ്പം പെട്ടെന്ന് ഞങ്ങൾ കണ്ടപ്പോഴത്തേക്കും പപ്പയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് സ്വന്തം മോള്
ഇത് റിയാക്ഷൻ ഈ റിയാക്ഷൻ ബ്രദറും ഫാമിലി ഇവിടെ ഇല്ല, അവർ ഒറീസയില്ല. പിന്നെ അവരെ വിളിക്കുന്നതാണല്ലോ നെക്സ്റ്റ് ടാസ്ക്. അങ്ങനെ അവരെ വിളിച്ച് അവരുടെ എക്സ്പ്രഷനും എല്ലാം എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഓരോ മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യുമ്പം ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് തന്നെയാണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കുറച്ചൊക്കെ സർപ്രൈസ് ആക്കാൻ പറ്റിയില്ല. കുറച്ച് നേരമൊക്കെ ഇലോറ ഒന്ന് പോകാനൊക്കെ മടിയായിരുന്നു. പിന്നെ അത് അപ്പച്ച കൂടെയൊക്കെ പോയി ഞങ്ങൾ പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അടുത്ത് ഞങ്ങൾ പോകുന്നത് എൻ്റെ പപ്പയുടെ ബ്രദറിൻ്റെ വീട്ടിലോട്ടാണ്. അവിടെയും ചെന്നപ്പം ഇത് തന്നെ, നിങ്ങളെങ്ങനെയാണ് ഇവിടെ എത്തിയത്, ഒട്ടാവയിലാന്ന് പറഞ്ഞ ആൾക്കാരെങ്ങനെ ഇവിടെ വന്നതെന്നുള്ളതാണ് അവരുടെ കൺഫ്യൂഷൻ. അങ്ങനെ താണ്ട് അവിടെ എല്ലാം നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും മേഴ്സി എൻ്റെ ശബ്ദമൊക്കെ കേട്ട് ഇറങ്ങി വന്ന് നോക്കിയപ്പോഴത്തേനും ഇതേ ഞങ്ങൾ ഒരു വഴിയില്ല നിങ്ങളിവിടെ എത്താൻ എന്നുള്ള ഫേസ് ആയിരുന്നു ആൻറ്റിക്കും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് ഞങ്ങൾ അവിടെ നിന്നും പിന്നെ അങ്ങ് ഇറങ്ങി. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.